അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പണമില്ലാത്തവരുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര വിഷമാണ് അവർ അനുഭവിക്കുന്നത് അല്ലേ? പണമില്ലാത്തവൻ്റെ വേദന അറിയാമോ? കടയിൽ പോയി ഇഷ്ടപ്പെട്ടത് വാങ്ങാൻ കഴിയാതെ തിരിച്ചു വരേണ്ടി വരുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്കുണ്ടായിട്ടില്ലെങ്കിൽ എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്വന്തം മക്കളുടെ ആഗ്രഹം നിറവേറ്റാൻ കഴിയാതെ വിഷമിക്കുന്നത്, ഈ വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ വേദന. എനിക്കറിയാം എത്രമാത്രം അത് എത്ര വേദനകരമായ കാര്യമാണെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളെക്കാട്ടിലും പാവപ്പെട്ടവരെ നമ്മൾ തന്നെ ഒരു പാവപ്പെട്ടവരാണ്. അപ്പോൾ നമുക്ക് അവരെ സഹായിക്കാൻ നമ്മളെ കയ്യിൽ ഒന്നുമില്ലല്ലോ കരുതി വിഷമിച്ചിരിക്കുന്ന അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ഈ പണമില്ലാത്തതിൻ്റെ പേരിൽ എത്രയാണോ നമ്മളെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലോണൊക്കെ എടുത്തവർക്ക് അറിയാം. പഠിച്ചോനെ നമുക്ക് അങ്ങനത്തെ അവസ്ഥ ഒന്നും തരാതിരിക്കട്ടെ. ഇപ്പം എന്തായാലും നമുക്ക് ജീവിതത്തിൻ്റെ സാഹചര്യം മൂലം നമുക്ക് പല അവസ്ഥയിലും ലോണും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ കടം വാങ്ങേണ്ടി വരും. കാരണം ആരെ മുന്നിലും കൈ നീട്ടിയാൽ ചിലപ്പോൾ ആരും തരൂല. അപ്പം നമുക്ക് ആരെങ്കിലും ആരും തരൂല. ഇനി ആരെങ്കിലും തന്നാൽ തന്നെ നിശ്ചിത അവധി പറയും. പിന്നെ നമ്മൾ ഈ നാട്ടിൽ നിൽക്കണ മനുഷ്യന്മാരൊക്കെ എങ്ങനെയാണ് അതൊക്കെ ഉണ്ടാക്കുക? അപ്പോൾ അത്രക്കും കഷ്ടപ്പാടാണ് നമ്മുടെ ഈ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക്. ഇനി പുറത്ത് പോയൊക്കെ ജോലി ചെയ്യാൻ നല്ലൊരു വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മളെ കയ്യിൽ ഒന്നുമില്ല. അത്രക്കും ദയനീയമായ അവസ്ഥയാണ്. അപ്പോൾ നമുക്കൊരു കടയിൽ പോയാൽ നമുക്ക് ചിലപ്പോൾ വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമ്മളെ കയ്യിൽ പൈസ ഇല്ല. അതുപോലെ തന്നെ നമ്മളെ മക്കൾക്ക് അത് വേണമ്മ അത് വേണപ്പ പറയുമ്പോൾ അവർക്ക് വാങ്ങിക്കൊടുക്കാൻ നമ്മളെ കയ്യിൽ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമ്മളെ കയ്യിൽ അതിനുള്ള സമ്പാദ്യം നമ്മളെ കയ്യിലില്ല. അപ്പോൾ അടിച്ച നമുക്കൊക്കെ എല്ലാ പൈസയും തരട്ടെ. അള്ളാഹിൻ്റെ ഖജനാവിൽ എത്ര പൈസ ഉണ്ട്. റബ്ബ് ഒന്ന് കഴിഞ്ഞാൽ പോരെ. നമുക്ക് ഒന്നും കേട്ട് നമ്മളെ തോനൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ എന്തെങ്കിലും കാര്യം കൊണ്ടേക്കാനും അള്ളാഹ് നമ്മളെ പരീക്ഷിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, എന്തിനും ഏതിനും അൽഹംദുലില്ലാ. പക്ഷെ ചില സമയത്ത് വിഷമുള്ള അവസ്ഥ അറിയണത് പണമില്ലപ്പോൾ നമ്മളെല്ലാവർക്കും പറ്റും. പണമില്ലാത്തപ്പോഴോ നമ്മളെ കയ്യിൽ ഒരു പൈസ എടുക്കാനില്ലാത്തപ്പോൾ നമ്മളാർക്കും പറ്റില്ല. എല്ലാവരും നമ്മളെ അവോയ്ഡ് ചെയ്യും. ആ കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തിനും നമുക്കൊരു പൈസ വേണമല്ലേ. ഇനി അതെടുത്തേക്കാണ്ട് ഇപ്പം ഉണ്ട് ഈ ഓൺലൈനായിട്ടിട്ട് ഓരോ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ആദ്യം 3000 റുപ്യക്കുള്ളിൽ ചോദിക്കും. അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ചിലർ എന്നോട് വന്നുകൊണ്ട് സങ്കടം പറഞ്ഞൊരു കാര്യമുണ്ട്. ഫസ്റ്റ് 500 രൂപ കൊടുക്കുക, പിന്നെ അതിക്ക് നമ്മൾ ആളെ ചേർത്തുക, എന്നിട്ട് പിന്നെ അപ്പോൾ ആൾ ചേർത്തുമ്പോൾ നമുക്കൊരു കമ്മീഷൻ കിട്ടും. പക്ഷെ ആ 500 റുപ്യ തികച്ചാവാതെ നിൽക്കുമ്പോൾ ഈ ഓൺലൈൻ ബിസിനസ് അവിടെ ഒരു തട്ടിപ്പാണ് പറഞ്ഞുകൊണ്ട് പോണ അവസ്ഥ. അങ്ങനത്തേക്കൊന്നും ആരും ദയവ് ചെയ്തിട്ട് പോകാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ ആരും വെറുതെ ആരും വെറുതെ ആയിട്ട് നമുക്ക് പൈസ തരില്ല. അതിൽ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ട് കാര്യം അത് തരുന്നത്. നമ്മൾ അധ്വാനിച്ചെങ്കിൽ മാത്രമുള്ളൂ നമുക്ക് പൈസ ഉണ്ടാകാം. അതേപോലെ തന്നെ ഞാനും ഒന്നിൽ ചേർന്നിന് കേട്ടോ. അതിൻ്റെ പേര് ഇപ്പം എനിക്കറിയണില്ല. ഒരു തമീൻ്റെ പരസ്യം. അത് നമ്മൾ ഓർമ്മ കിട്ടണില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് ഒരു വർഷം മുമ്പോ ഒന്നര വർഷം മുമ്പൊക്കെ ആയിട്ടാണ് അതുള്ളത്. ഫോണിൽ ഒരു ആപ്പ് കയറ്റും. ആ ആപ്പ് കൂടെ അവർ ദിവസം പരസ്യം വിടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ പേര് അറിയുകയാണെങ്കിൽ, കാരണം ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അതിൽ. ആ പരസ്യം വിടുമ്പോൾ ദിവസം 5 രൂപ വെച്ചിട്ട് കയറും. അങ്ങനെയായിരുന്നു. പിന്നെ നമ്മളതിക്ക് എത്ര രൂപ 350 അങ്ങനെ എത്ര രൂപ വെച്ച് കൊടുത്താൽ ദിവസം 7 രൂപ വെച്ചിട്ട് കയറും. ഈ 5 ഉള്ളത് 7 ആയി മാറും. അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു കേട്ടോ. ബിസിനസ് പറഞ്ഞാൽ അങ്ങനെ ഒരു വരുമാന മാർഗം. പക്ഷെ തോനൊന്നും കിട്ടൂല. പറഞ്ഞാൽ ദിവസം ഒരു 7 കിട്ടിയാൽ 10 ദിവസം ആകുമ്പോൾ 70, 20 ദിവസം ആകുമ്പോൾ 140 അങ്ങനെ
ഉള്ളത്. ഒരു മാസമാകുമ്പോൾ നമുക്കത് വിഡ്രോ ചെയ്യാം. പിന്നെ അതിലെന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കതിന് തോനെയൊന്നും കിട്ടിയില്ല കേട്ടോ. ഞാൻ അതേപോലെ വേറെ എന്തോ ഒരു ബിസിനസ്സിൽ 500 രൂപ കൊടുത്തിട്ട് കണ്ടൊക്കെ ഉണ്ടായിനി. പക്ഷെ എൻ്റെ കയ്യിൽ പൈസ എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കൊന്നും പൈസ ഇറക്കിയിട്ടില്ല. പിന്നെ ചേർത്താൻ വേണ്ടിയിട്ട് ഒരാൾ എൻ്റെ പൈസയും കൂടിയും കൊടുത്തുകാണ്ടൊക്കെ കയറ്റിയിരിക്കണം കേട്ടോ. അതിൽ 500 രൂപ കൊടുത്തിട്ട് 150 രൂപ ഒക്കുള്ളൂ കിട്ടിയിട്ടുണ്ട്. ഒന്നിച്ച് എടുത്താൽ മതി പറഞ്ഞാണ്ട് അതിൽ വെച്ചപ്പോൾ പിന്നെ അത് ഒന്നും ആണില്ല. ഇന്ന് ശരിയാവും, നാളെ ശരിയാവും പറഞ്ഞിട്ട് ഇതുവരെ ശരിയായിട്ടില്ല. അങ്ങനെ ഒരുപാട് ഇപ്പം ഇന്നെ ആരെങ്കിലും കൂട്ടാൻ നിന്നാൽ തന്നെ ഇപ്പം ഞാൻ അതിക്കൊന്നും പോകലില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ മാത്രം പറഞ്ഞ മാതിരി നമ്മളെ ഫോൺ നമ്പറും ഇതൊക്കെ കൊടുത്തിട്ട് ഇനി അതിൽ വേറെ വല്ലതും ഉണ്ടാവുക വെച്ചിട്ട് ഇപ്പം ഏക്കും തലയിടാൻ പോകലില്ല. ഇപ്പോൾ ഒക്കെ തവക്കൽത്തും അല്ലല്ല. പഠിച്ചോൻ്റെ അടുത്ത് എത്രങ്ങാനും പൈസ ഉണ്ട്. പഠിച്ചോൻ നമുക്ക് തന്നാൽ തീരാത്ത, പഠിച്ചോനെ നമ്മൾ തരാൻ കരുതിക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. ആ ഒറ്റ നീയത്തിൽ ഉറച്ച് വിശ്വസിക്കുന്ന ആളാട്ടെ ഞാൻ. അപ്പോൾ ചിലരൊക്കെ ഇപ്പം ഉണ്ട്, ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാൻ യൂട്യൂബിൽ നിന്ന് വാരിയാണ്. എനിക്കറിയാലോ യൂട്യൂബിൽ നിന്ന് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളത്. കാരണം ഞാൻ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോ ഉണ്ടായാലും എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ കുറേ സമ്പാദിച്ചിരിക്കണം എന്നുള്ളത്. ഞാൻ ഓരോ വീഡിയോക്കും പൈസ കിട്ടുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു വീഡിയോ കണ്ടിട്ട് 7 രൂപ കിട്ടീൻ്റെ കാലം ഉണ്ടായിന്. ഞാൻ അതിൽ ചേർന്നതിനൊരു കാലം ഉണ്ടായിനും പറഞ്ഞല്ലോ. അപ്പോൾ അത്ര ഉള്ളൂ. ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടാൽ കിട്ടണത്. പക്ഷെ എന്നാലും അത് ഞാൻ ഇടുന്ന സംഭവം ആത്മാർത്ഥത ഉണ്ടായതുകൊണ്ട് എനിക്ക് അതിലൊരു റാഹത്തുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ചും കിട്ടി ലെവലാകോളം മാത്രമേ ഉള്ളൂ ഇൻഷാ അല്ലാഹ് ഞാനിതിൽ വീഡിയോ ഇടുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ നിർത്തും. കാരണം സോഷ്യൽ മീഡിയയാണ്. എനിക്കിതിൽ വരാൻ ആഗ്രഹം ഉണ്ടായിട്ടോ ഒന്നുമല്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ലോണ്, കടം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. മനസ്സിലൊരുപാട് സംഭവങ്ങളുണ്ട്. അതൊന്നും നമ്മളിങ്ങനെ ഇറന്നു വാങ്ങാരണമായി അങ്ങനെ പറഞ്ഞ് ഇതാകുമെന്നല്ല കേട്ടോ. ഞാൻ ആരെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ എഴുതിയിട്ട് സ്വന്തം കാലിൽ നിൽക്കട്ടെ, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുക വിചാരിച്ചിട്ടാണ് ഞാനിതിലേക്ക് വീഡിയോ ഇടുന്നത്. പിന്നെ നമ്മളെ ഉപ്പാർക്ക് എൻ്റെ കെട്ടിയവനും ഒക്കെ ഒരു സഹായമാകുമല്ലോ. ഇപ്പം നമ്മൾ നന്ന പാവപ്പെട്ട വീട്ടിൽ നിന്ന് നമ്മൾ റിച്ച് ഫാമിലിക്ക് കല്യാണം ഉണ്ടാകുമ്പോൾ എനിക്കതിനോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ. കാരണം നമ്മൾ പാവപ്പെട്ടവരാണ്. അപ്പോൾ റിച്ച് ഫാമിലിക്ക് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും അവിടെ ഒരു കുത്തി നോപ്പിച്ചിട്ടുണ്ടാവും. എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ട ആൾക്കാർക്കൊക്കെ ഉണ്ടായിരിക്കുന്നു കേട്ടോ. അതുകൊണ്ടാണ് എനിക്കതിനോട് ഇനി എത്ര ചേലും ചൊറുക്കും ഉണ്ട് പറഞ്ഞാലും എങ്ങനെ നോക്കാനല്ലോ അതൊക്കെ കല്യാണം കഴിഞ്ഞോളുണ്ടാവും. കല്യാണം കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞിക്കാണ്ട് അവിടെ അത് ഇതെന്നൊക്കെ പറഞ്ഞിക്കാണ്ട് അതെന്തെങ്കിലുമൊക്കെ ഒരു വിഷമമുള്ള സംഭവം നമുക്കുണ്ടാവും. നമ്മൾ പാവപ്പെട്ടോ, നമ്മളെ കൊക്കിൽ കൊള്ളണുള്ളല്ലേ നമുക്ക് പറ്റുക. അല്ലാതെ നമ്മൾ വേറൊന്നിനെ കൊണ്ടും ചിലവർ അറിയും എനിക്കല്ലേ റിച്ച് ഫാമിലിക്ക് ചെല്ലായിനല്ലോ ഇങ്ങനെ ഇപ്പം എന്തിനാ പാവപ്പെട്ട ഫാമിലിക്ക് ചെന്നത്. പക്ഷെ നമുക്ക് അതാണ് ഹയർ. നമുക്ക് ഒന്നുമില്ലെങ്കിലും ഒരു കഞ്ഞി ചമ്മന്തിയും അല്ലെങ്കിൽ കഞ്ഞി അച്ചാറും കുടിച്ചാൽ തന്നെ നമുക്ക് ആ ലൈഫിൽ റാഹത്താണ്. എന്തിനാ കുറേ നമുക്കുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ ജീവിതം എന്താണ്. അതേപോലെ തന്നെ എൻ്റെ അമ്മക്ക് ലൈഫിൽ എന്താണെന്നൊരു സുഖവും അറിയാത്ത ആളാണ്. കാരണം ഉമ്മ കുറച്ചൊക്കെ നല്ല ഉള്ള ഫാമിലിയിൽ നിന്നാണ്. പറഞ്ഞാൽ പാകത്തെ ഒരു മീഡിയം ലെവൽ ഫാമിലിയിൽ നിന്നാണ്. പക്ഷേ ഉമ്മാനെ കെട്ടിച്ചിരിക്കണതോ ലോ ലെവൽ ഫാമിലിക്ക്, ഒന്നുമില്ലാത്ത ഫാമിലിക്ക് ഉമ്മാൻ്റെ അവസ്ഥ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല, അതിലൊരു സന്തോഷം കണ്ടെത്തുക. ഞാൻ പറയാം കഞ്ഞിയും ചമ്മന്തിയും അല്ലെങ്കിൽ കഞ്ഞി അച്ചാറും കൂട്ടിയാൽ തന്നെ അതിൽ റാഹത്താണ് അൽഹംദുലില്ലാ. പക്ഷേ ഇപ്പോഴത്തെ സമൂഹം സോഷ്യൽ മീഡിയൻ്റെയൊക്കെ ഇപ്പോൾ എന്താ പറയുക, ഇതിൻ്റെയൊക്കെ മുന്നേറ്റം കാരണം ഇപ്പം നമ്മളെ മക്കൾക്ക് അവർക്കിതൊന്നും പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കും. നമ്മളെ അവസ്ഥ കണ്ട് മനസ്സിലാക്കിയിട്ട് പെരുമാറുക എന്നൊക്കെ പറയും. പക്ഷെ കുട്ടികൾക്ക് അത് അംഗീകരിക്കാൻ തീരെ കഴിയുന്നില്ല. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് കമ്മിயாக തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ പ്രായത്തിലൊക്കെ എനിക്ക്
അതില്ല പറഞ്ഞാൽ പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരിക്കലും ഞാൻ കരയേ പറയേ ഞാൻ ചെയ്തിട്ടില്ല. കാരണം അത് കിട്ടൂല എന്ന് നമുക്കറിയാം. പക്ഷെ ഇന്നത്തെ മക്കൾക്ക്, ഇനി എൻ്റെ മക്കളടക്കം അത് വേണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വാങ്ങിക്കൊടുക്കല്ലാതെ ഒരു നിർവാഹമല്ല. കാരണം അപ്പോൾ അതുക്കും ലെവൽ കൂടിയതേക്കാരം അവരുടെ മറ്റുള്ള ആൾക്കാരുടെ കുട്ടികൾ സ്കൂളിലേക്ക്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്കൂൾക്ക് ഓരോ ബോക്സും പെട്ടിയാണെങ്കിലും ഓരോ ബാഗാണെങ്കിലൊക്കെ കൊണ്ടുവരുമ്പം ഓലെ കയ്യിലുണ്ടായിട്ടാണ്, പക്ഷെ നമ്മളെ കയ്യിലില്ല. അതിപ്പോൾ നമ്മളെ മക്കൾക്ക് പറഞ്ഞാലും കൂടി മനസ്സിലാകാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയണത്. അപ്പം ഇതുപോലുള്ള അവസ്ഥയൊക്കെ അറിഞ്ഞോൾക്കറിയാം. ഈ പണമില്ലാത്ത വേദന. നമ്മളെ ഇതിൽ പൈസ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വേദന എത്രയാണെന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ അറിയാം നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുള്ള സാധനം വാങ്ങാൻ കഴിയാത്തപ്പോഴോ, അല്ലെങ്കിൽ മക്കളെന്തെങ്കിലുമൊക്കെ ചോദിച്ചുമ്പോൾ അത് വാങ്ങണം എന്ന് പറയുമ്പോഴൊക്കെ കാരണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ലോണും കടങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ആ സമയത്തേക്ക്. അപ്പോൾ 8-ാം തീയതി വന്നാൽ ഞങ്ങൾക്കൊരു ലോണുണ്ട്. 8,000 5-ാം തീയതിയും 8-ാം തീയതി ഉള്ളിലാണ് അടക്കേണ്ടത്. 8-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഒരു മാസത്തിന് 5-ാം തീയതി കഴിഞ്ഞാൽ എങ്ങനെ അടക്കണം എന്നുള്ളതാണ്. 8,777 അങ്ങനെ എന്തോ ആണ്. അതൊക്കെ നമ്മൾ നിവർത്തിയോട് കൊണ്ട് നമ്മൾ അതിലേക്ക് ചെന്ന് ചാടുകയാണ്. അല്ലാതെ നമ്മൾ വെറുതെ ചെന്നിക്കാണ്ട് ലോണൊക്കെ എടുക്കുമല്ലോ. പക്ഷെ ആ ലോണും കൂടി ആ സമയത്ത് നമുക്ക് അടക്കാൻ നമ്മളെ കയ്യിലില്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ. എന്നാലും അൽഹംദുലില്ലാഹ് അള്ളാഹു എത്തിച്ച് കഴിഞ്ഞിട്ട് ഇതുവരെ ഉള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇനിയുള്ളതും പോവട്ടെ എന്നുള്ള ഇതാണ്. അതിൻ്റെ മുമ്പ് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അടവ് തീർത്ത് കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. അതിനുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. കാരണം നമ്മൾ പാവപ്പെട്ടവർക്ക് പൈസൻ്റെ അവസ്ഥ, നമുക്ക് മൂല്യം എന്താണെന്ന് 1 രൂപ പോലും നമുക്ക് അത് വില ഉള്ളതാണ്. അതുപോലെ തന്നെ ബസ്സിൽ ഒരു ദിവസം യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് 1 രൂപ പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് 1 റുപ്യേൻ്റെ മുട്ടായി വാങ്ങിക്കൊടുത്ത് നമുക്ക് അത് പക്ഷെ അവസാനത്തേക്ക് എത്ര രൂപ ഞാൻ കൊടുത്തിട്ട് 20 രൂപ കൊടുത്തിട്ട് 15 രൂപയാണ് ബസ്സിൻ്റെ പൈസ. ഞാൻ യാത്ര ചെയ്ത സ്ഥലത്തേക്ക് 5 രൂപ ഇങ്ങോട്ട് തിരിച്ചു തരണം. മൂപ്പർക്ക് അത് തരണല്ലോ കേട്ടോ. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മൂപ്പരോട് ചോദിച്ചു ബാക്കി. അപ്പോൾ എത്ര ചോദിച്ചു? 5 ആണ് കേട്ടോ. അപ്പോൾ ആ ബസ്സിൻ്റെ ആൾ പറയാണ്, ബസ് കണ്ടക്ടർ പറയാണ്, ഈ 5 രൂപക്ക് നിങ്ങൾക്ക് ചോദിച്ചണോ? പിച്ചക്കാർക്കും കൂടി വേണ്ടാന്നോ അങ്ങനെ എന്തോ ഒരു പറച്ചിൽ പറഞ്ഞു. ഓൽക്കും കൂടി വേണ്ട 5 രൂപ. പക്ഷെ നമ്മളെ അവസ്ഥ നമുക്കുള്ളല്ലോ അറിയാം. 5 റുപ്യേൻ്റെ വില എത്രയാണെന്ന് നമുക്കറിയാം. 5 റുപ്യക്ക് ഒരു മുളക് കിട്ടിയാൽ, അല്ലെങ്കിൽ 5 റുപ്യക്ക് നമുക്ക് ഒരു അച്ചാർ വാങ്ങി നമ്മളെ കഞ്ഞിക്കുള്ള കൂട്ടാനായി. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ലൈഫ് പോണത്. അപ്പോൾ ഞാനിപ്പോൾ ഈ യൂട്യൂബ് തുടങ്ങിയതന്നെ ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞല്ലോ, വീട്ടിലിരുന്ന് കണ്ട്. കാരണം നമ്മളെ മക്കൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പാടെ നോക്കിയിട്ട് നമുക്ക് ഒരു ജോലിക്ക് പോകൽ എങ്ങനെയും പോസിബിളല്ല. പിന്നെ ഒരുപാട് ചുറ്റുപാട് നമുക്കുണ്ട്. കാരണം നമ്മളെ മക്കളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ആരും നോക്കണം. നമ്മൾ നോക്കാൻ ഏൽപ്പിച്ചാൽ നമുക്ക് മനസ്സിക്ക് സുഖം കിട്ടുമോ? നമുക്ക് നമ്മളെ നോക്കുമ്പോൾ അതിനൊരു റാഹത്തുണ്ടാവും. അല്ലെങ്കിൽ നമ്മളൊരിക്കലും മക്കളുടെ ഇടയിൽ ആക്കി പോയാൽ തന്നെ എൻ്റെ കുട്ടി എന്താ കാട്ടണത് അങ്ങനെയുള്ള ടെൻഷനാൾ നമുക്ക് വരും. പിന്നെയുള്ള ഏറ്റവും നല്ല മാർഗ്ഗമൊന്നും ഞാൻ പറയണില്ല കേട്ടോ. കാരണം സോഷ്യൽ മീഡിയയാണ്, പെണ്ണുങ്ങളെ സൗണ്ടാണ്. കാരണം അങ്ങനെയാണ്. ഇപ്പോൾ പിന്നെയുള്ള മാർഗ്ഗം പറയണത്, എനിക്ക് പോസിബിളായിട്ടുള്ള മാർഗ്ഗം പറയണത് ഇപ്പോൾ യൂട്യൂബാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് റെഡി ആകുവോളും അത്ര തന്നെ ഉള്ളൂ. എന്നാലും അൽഹംദുലില്ലാഹ് അതുകൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് തുടക്കം മുതലേ നോക്കി എനിക്ക് മനസ്സിലാവും എത്രത്തോളം വ്യൂസ് ഉണ്ട്. 2 മാസം കൊണ്ട് തന്നെ ഇങ്ങനെ ഇതാവണമെന്നുണ്ടെങ്കിൽ പഠിച്ചവനൊന്ന് കനിഞ്ഞത് കൊണ്ട് തന്നെ അല്ലേ. ഞാൻ യൂട്യൂബിൽ തന്നെ എത്ര വീഡിയോസുകൾ ഞാൻ കണ്ടിരിക്കണു. ചിലർക്ക് സബ്സ്ക്രൈബ് ആവാതെ, ചിലർക്ക് വാച്ച് അവർ ആവാതെ, അങ്ങനെ എത്ര ആൾക്കാരുടെ ഞാൻ കണ്ടിരിക്കണേ. അപ്പോൾ അവരൊക്കെ എഫേർട്ട് എടുത്തിട്ടും അവർക്ക് അങ്ങനെ ആവാത്ത പഠിച്ചവന് ഇന്നൊന്ന് കഴിഞ്ഞത് കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്നത് കേട്ടോ. കാരണം കുറച്ച് ഇതായപ്പോൾ തന്നെ എനിക്ക് അത്ര 2-3 മാസം കൊണ്ട് തന്നെ സബ്സ്ക്രൈബും ആയി, വാച്ച് ഓവറായി. അതിൽ അൽഹംദുലില്ലാഹ്
ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എൻ്റെ ഒരു മുട്ട് തിരിയോളം ഞാൻ ഇതിലുണ്ടാകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറയണത് നമുക്ക് അങ്ങനത്തെ വിഷമമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സൂറത്ത് ഷറഹ് അത് എല്ലാ നിസ്കാര ശേഷവും 40 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. എന്നിട്ട് ദുആ ചെയ്യുക. അതിൽ നമുക്ക് മാറ്റം കാണാൻ സാധിക്കും. എൻ്റെ അനുഭവ വെളിച്ചത്തിലാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരുപാട് ആൾക്കാർ ചെയ്തിട്ട് ഫലം കിട്ടിയതാണ്. അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിത മഹത്തുക്കളും ഹദീസുകളിൽ രേഖപ്പെടുത്തിയ ഒന്നാണിത്. അപ്പോൾ ഇത് ചെയ്തിട്ട് ഫലം കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനുണ്ടോ. അപ്പോൾ എന്താണ് ഇപ്പം ഞാൻ ഈ ലൈഫിൽ എല്ലാ കാര്യത്തിലും റാഹത്താണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. നമുക്ക് ഇങ്ങനെ വേദന ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടായാലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അറ്റ്ലീസ്റ്റ് നമ്മളെ ഫോണിക്ക് പൈസ ഉണ്ടെങ്കിൽ തന്നെ വേണം ഇപ്പോൾ അല്ലേ 300-350 രൂപ. ഇപ്പോൾ ഫോൺ കോൾ മാത്രം VIയും പിന്നെ ഇപ്പോൾ ഏതോ ഒന്നും കൂടി ഉണ്ടല്ലോ VIയും BSNL അങ്ങനെ ഏതോ 2 സിമ്മാണ് 199 ഒരു മാസത്തിന് ഫോൺ കോളും അതിൽ 2 GB അങ്ങനെ എന്തോന്ന് കിട്ടുക. എന്നാൽ അതൊരു മാസത്തിന് അങ്ങനെ കിട്ടും. പിന്നെ ഫോണ് വിളി അത് നമ്മളെ പൈസ കഴിഞ്ഞാലും 2 ദിവസം നിൽക്കില്ല, വേഗം കട്ടാവും ചെയ്യും. എന്നാൽ നമ്മളെ ജിയോ അങ്ങനെയല്ല, അത് 2-3 മാസം വരെ നിൽക്കും. പക്ഷെ ഓല് വിളിച്ചു കാണാണ്ട് അങ്ങനെ തൊയിരം കൊടുത്തുട്ടോ. എനിക്ക് എൻ്റെ ഇപ്പോഴും പൈസ ഇല്ല. അപ്പോൾ അങ്ങനെ അനുഭവമുള്ള പോലെ കേട്ടോ. അങ്ങനെ എന്താ പൈസ പറ്റാത്തത് അങ്ങനെയല്ല. ഇത് ഇന്ന ആളെ ഫോണാണോ പിന്നെ നമ്പറും പറയും. ഈ നമ്പറല്ലേ നിങ്ങളത്, എന്താ നിങ്ങൾ പൈസ കയറ്റാത്തത്, ഇന്ന് 10 മണിന് മുമ്പായിട്ട് കയറ്റിയില്ലെങ്കിൽ കട്ടാവും പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിച്ച് കയറ്റി എടുത്തിട്ടോ. അങ്ങനത്തെ അനുഭവം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ പറയും പൈസ ലൈറ്റാക്കി കയറ്റാത്തത് പറയും. ഓലിപ്പോൾ അത് നോക്കുമോ. പക്ഷെ ഒരു ഏണിങ്സ് മാർഗ്ഗമാണത്. അങ്ങനെ നമുക്ക് ഒരാൾക്ക് വിളിച്ചുകൊണ്ട് അങ്ങനെ പൈസ കയറ്റിയാൽ ഒരു കമ്മീഷൻ അവർക്ക് കിട്ടും. അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ, അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. അതിൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാട്ടോ. അങ്ങനെ ഉണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ്റെ ഒരു സിം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ പൈസ കയറ്റാതെ വെച്ച് കാരണം നമ്മൾ അതിൽ പൈസ ഒന്നും കയറ്റുന്നില്ല. പിന്നെ ലാസ്റ്റ് അത് കട്ടായി. ഇപ്പം ഞാൻ അതിൻ്റെ DP നോക്കുമ്പോൾ വാട്സപ്പിൽ DP നോക്കുമ്പോൾ വേറെ ആരോ ആണ്. അപ്പോൾ ആ നമ്പർ പോയി മനസ്സിലായി. പക്ഷെ ആ സിമ്മിന് ഞാൻ ഒഴിവാക്കാമല്ലോ, അതൊന്നും ഞാൻ സിമ്മും പിടിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല. അതുപോലെ വേറെ ആൾക്ക് കൊടുത്തു എന്നാണ് അർത്ഥം. അങ്ങനെ നമ്മൾ കുറേ ദിവസം പൈസ കയറ്റാതെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീഡിയോ തന്നെ അടുത്തുള്ള വീട്ടിൽ പോയി കണ്ട് വൈഫൈ വലിച്ചിക്കാണ്ടാട്ടോ. അങ്ങനെയാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഇത് വേണ്ടേ. അപ്പോൾ ഞാൻ അതാണ് ചിലർ ഇങ്ങനെ പറയും എന്തായാലും എൻ്റെ യൂട്യൂബ് എൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് തളർത്താനുണ്ടാവും, ഒരു ഭാഗത്തുനിന്ന് സപ്പോർട്ടായിട്ടും ഉണ്ടാവും. എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ എന്തായാലും ചെയ്ത് നോക്കുക. അതിനെന്തായാലും തീർച്ചയായിട്ടും ഫലം കിട്ടും. ഇനി നമ്മളെന്തെങ്കിലും ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. എന്തായാലും അതിനൊരു പരിഹാര മാർഗം കിട്ടും. നമുക്ക് മനസ്സിന് സുഖം ഉണ്ടാവും. അത്രത്തിന് അതല്ലേ നമുക്ക് വേണ്ടത്. നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് കാര്യമില്ലല്ലോ. മനസ്സിന് സന്തോഷം റാഹത്തുണ്ടെങ്കിൽ അതന്നെ ജീവിതം സെറ്റല്ലേ. വലിയ വീടും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മനസ്സിന് സുഖമില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കഞ്ഞിയും ചമ്മന്തിയും അച്ചാറാണെങ്കിലും നമുക്ക് റാഹത്ത് പോരെ. അതല്ലേ അതിൽ പറക്കത്തിട്ടെങ്കിൽ തന്നെ നമുക്ക് എന്തൊരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും, കുറേ പൈസ കിട്ടുന്നുണ്ടോ. എവിടെയാണ് അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരിക്കലും ഞാൻ പറയാൻ പാടുണ്ടായില്ലല്ലേ. അൽഹംദുലില്ലാഹ് കിട്ടുന്നുണ്ട്. തോനൊന്നും കിട്ടണില്ല. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ കണ്ടതിൻ്റെ കഥ പറഞ്ഞല്ലോ, അതേപോലെ 5 രൂപ 1 രൂപ അങ്ങനെയൊക്കെ വെച്ചു ഒരു തുള്ളി പെരുവെള്ളം പറയും പോലെ അങ്ങനെ ചെറിയതായിട്ട് കയറുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ.
ദാരിദ്ര്യം ഒരു ശാപമല്ല. അള്ളാഹു ചിലരെ സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കുന്നു, ചിലരെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചത്. പല ദിവസങ്ങളിലും വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാൻ തീ കത്തിക്കാറില്ലായിരുന്നു. പണമില്ലാത്തതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരാളുടെ വില കുറയുന്നില്ല. തെക്കുവയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ മഹത്വത്തിൻ്റെ മാനദണ്ഡം. പക്ഷെ നമ്മളെ ചുറ്റുള്ള മനുഷ്യന്മാർ അതൊരിക്കലും ചിന്തിക്കണില്ല. ഓല് പണമില്ലവരെ ഒരു സൽക്കാരത്തിന് പോലും വിളിച്ചുള്ളൂ. അതുപോലുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മളെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോഴും ഓലില്ലാത്ത കുട്ടികളെ ഇല്ലാത്ത ഒരു പാവപ്പെട്ട കുട്ടിയാണ്, ഓളെ ഒപ്പം കൂട്ടണ്ട അങ്ങനത്തെ, അല്ലെങ്കിൽ ഓനൊപ്പം കൂട്ടണ്ട അങ്ങനത്തെ ആൾക്കാരാണ് നമ്മളിൽ ചിലരൊക്കെ. അങ്ങനത്തെ ആൾക്കാരാണ് കേട്ടോ. എന്നാൽ അങ്ങനത്തെ ആൾക്കാരല്ലാത്തവരും ഉണ്ട്, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മുന്നിൽ പണമില്ലോലും പണമില്ലാത്തവരൊക്കെ ഒരേപോലെയാണ്. പണമില്ലാത്തത് കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരാളുടെ വില കുറയുന്നില്ല എന്നാണ് പറയുന്നത്. തെക്കുവയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ മഹത്വത്തിൻ്റെ മാനദണ്ഡം. അള്ളാഹു തെക്കുവ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. എല്ലാവരും ഒരേപോലെയാണ് റബ്ബ് കാണുന്നത്. പക്ഷെ എല്ലാവർക്കും പല പല പരീക്ഷണങ്ങളും പല പല പ്രയാസങ്ങളും. ഇപ്പോൾ എനിക്കില്ലാത്ത പ്രയാസവും മറ്റുള്ളവർക്ക്. കാരണം ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കണത് ആരും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഇല്ലാതെ, ഇനിയിപ്പോൾ എത്ര സമ്പന്നനാണെങ്കിലും ഒരു മനസ്സിലെന്തെങ്കിലും നീറിപ്പോകണ എന്തെങ്കിലും പ്രശ്നമില്ലാതിരിക്കില്ല. അതങ്ങനെയാണ്. നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ എടുത്തു നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. അതിനാൽ ദാരിദ്ര്യം കാരണം നിരാശപ്പെടരുത്. അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുക, ദുആ ചെയ്യുക, പരിശ്രമിക്കുക. കണ്ടോ, അവിടെ പരിശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബിൽ പരിശ്രമിച്ചാൽ വിജയം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതാണ് ഞാൻ ദിവസവും 2ഉം 3ഉം വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. കാരണം ഓരോ സ്റ്റെപ്പും ഞാൻ ഓരോ സമയം കണ്ടെത്തി അതിലെന്തൊക്കെയാണ് പറയണത് അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരും അതിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരാണ്. അല്ലെങ്കിൽ ഇതിൽ നിൽക്കേണ്ട ഒരാവശ്യവുമില്ല. അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളി. എനിക്കറിയണ കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇസ്ലാമികപരമായിട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഉസ്താദുമാരോടോ ഇതിലേറെ അറിവുള്ള ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.